നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് പറയാം. നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് എപ്പിസോഡ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ കാലം മുന്നേ തൊട്ടേ കുറേ കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുകയാണ്. പല കാരണങ്ങളാൽ അത് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. സോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. തോട്ട്സ് ഓഫ് താര കല്യാൺ, ഒരു കഥ ചൊല്ലാം നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ കഥ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിയുടെ മണം, ഒരു ചെറിയ കുഞ്ഞിൻ്റെ കഥയാണ്. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വലിയ വീട് കേട്ടോ, അത്യാവശ്യം വളരെ സമ്പന്നമായ ഒരു വീടാണെന്ന് കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കൊട്ടാര സദൃശം എന്ന് വേണമെങ്കിൽ പറയാം. ആ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാൻ പോവുകയാണ്. 4 വയസ്സ് പൂർത്തിയാക്കുന്ന അനുഷമോള്, അവളുടെ പിറന്നാൾ ആഘോഷമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ മുറ്റം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേസാണ്. അവിടെ ഒരു വശത്തായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. വളരെ വിപുലമായിട്ടുള്ള ഒരു ബുഫേ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻസിന് ഒരുപാട് ഗസ്റ്റിനെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വരുന്ന അതിഥികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഒരു സൈഡിൽ ആ ബുഫേ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. മറ്റൊരു വശത്ത് ഒരു ഡയസ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അലങ്കാരങ്ങൾ അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അനുഷമോൾ ഹൂ ഇസ് ടേണിംഗ് 4. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കുഞ്ഞ് 4 വയസ്സാണ് പൂർത്തിയാക്കുന്നത്. നിറയെ തോരണങ്ങൾ, അലങ്കാരങ്ങൾ, ബലൂൺസ്, പിന്നെ ഈ കളർ ലൈറ്റ്സ്, അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള സെലിബ്രേഷൻസാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. നടുക്കൊരു ടേബിളിൽ ഒരു വലിയ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കേക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അനുഷമോളെന്ന്. അപ്പോൾ നമ്മുടെ പിറന്നാൾ കുട്ടി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഈ കുട്ടി എത്തുന്ന സമയത്തേക്കും അതിഥികൾ കൊണ്ടങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉറക്കെ കൈയടിച്ചു, ആഹ്ലാദിച്ചു, ചിരിച്ചു. വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ വരവേൽക്കുകയാണ്. അങ്ങനെ ആ അമ്മ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കേക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. അതവിടെ നിൽക്കട്ടെ. ഈ വീടെന്ന് ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ മുറ്റം ഭയങ്കര വലിയ മുറ്റമാണ്. അപ്പോൾ ഈ മുറ്റത്ത് നിന്ന് കുറച്ച് ദൂരെ, കുറച്ച് അകലെ മാറി ഇതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നൊരു വലിയ ഗേറ്റാണ്. ഈ അഴികളൊക്കെ ഇട്ട വലിയ ഗേറ്റ്, ഇരുമ്പ് ഗേറ്റാണ്. അതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ആ ഗേറ്റിന് അപ്പുറത്ത് ഒരു ചെറിയ കുഞ്ഞ് നിൽപ്പുണ്ട്. അവൻ്റെ പേര് ഷറഫ് എന്നാണ്. അവനും ഏകദേശം നമ്മുടെ പിറന്നാൾ കുട്ടിയുടെ അതേ പ്രായം, 4 വയസ്സ്. അവന് ആ ഗേറ്റിന് അപ്പുറത്ത് നിന്ന് ഈ കാഴ്ചകളെല്ലാം വളരെ കൗതുകത്തോടെ കാണുകയാണ്. അവന് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒന്നും അവൻ കണ്ടിട്ടേ ഇല്ല. വളരെ ദരിദ്രനായ ഒരു കുട്ടിയാണ് അവൻ. അവൻ്റെ അപ്പ, അവൻ്റെ ഉമ്മച്ചി അവനെ ഗർഭിണിയായിരിക്കുന്ന കാലത്തെ അവരെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ഉമ്മച്ചി ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു തട്ടുകടയിൽ അടുക്കള പണി ചെയ്തിട്ടാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വളരെ ദരിദ്രനായ ഒരു ചെറിയ കുഞ്ഞ്. അവന് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇങ്ങനെ വളരെ കൗതുകത്തോടെ കാണുകയാണ്. ഈ 4 വയസ്സ് പ്രായത്തിനുള്ളിൽ ഇന്ന് വരെ ഷറഫ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആഘോഷിച്ചിട്ടില്ല. എന്തിനാ അധികം പറയുന്നു, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ആ ഉമ്മച്ചിയും ആ കുഞ്ഞും കഷ്ടപ്പെടുമ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻസൊക്കെ എവിടെയാണല്ലേ. എന്തായാലും കുഞ്ഞ് വളരെ കൗതുകത്തോടെ ഈ സെലിബ്രേഷൻസ് എല്ലാം കാണുകയാണ്. ഇവിടെ സെലിബ്രേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ അനുഷയുടെ അമ്മ അവളുടെ കൈ പിടിച്ച് കേക്ക് മുറിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് കൈയടിച്ചു, പാട്ട് പാടുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നുള്ള പാട്ട് ഉറക്കെ എല്ലാവരും പാടുന്നു. ബലൂൺസൊക്കെ പൊട്ടിക്കുന്നു. മൊത്തത്തിലൊരു വലിയ സെലിബ്രേഷൻ ഇവിടെ നടക്കുകയാണ്. ഇത് ഷറഫ് അങ്ങ് അകലെ ഗേറ്റിന് പുറത്ത് നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. കേക്ക് മുറിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പിറന്നാളുകാരിയുടെ അമ്മ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചു.
ഏത് കുഞ്ഞിനെ? ആ ഗേറ്റിന് അപ്പുറത്ത് നിൽക്കുന്ന ഷറഫിനെ ഈ അമ്മ ശ്രദ്ധിക്കുകയാണ്. കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ അമ്മയ്ക്ക് ഉള്ളിലൊരു ചെറിയ വിഷമം തോന്നി. തൻ്റെ മകളുടെ അതേ പ്രായത്തിൽ ഒരു കുഞ്ഞ് അവിടെ ദൂരെ നിൽക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ കേക്ക് മുറിച്ചു. ആദ്യത്തെ കഷ്ണം എടുത്ത് മകൾക്ക് കൊടുത്തു, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അച്ഛനും ഇതുപോലെ മുറിച്ചെടുത്ത് ഒരു കഷ്ണം കുഞ്ഞിനെ വായിക്കകത്ത് വെച്ച് കൊടുത്തു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയപ്പോൾ അതിൽ നിന്നും ഒരു കഷ്ണം ഈ അമ്മ എടുത്തു, മുറിച്ച് ഒരു പ്ലേറ്റിലാക്കി പുറത്ത് നിൽക്കുന്ന ഷറഫിനെ നോക്കി അവർ നടന്നു വരികയാണ്. ഷറഫ് ഇതൊന്നും മനസ്സിലാക്കാതെ ഗേറ്റിന് പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഈ അമ്മ ഈ കേക്ക് കഷ്ണം കൊണ്ടുവന്ന് ഗേറ്റ് തുറന്ന് ഷറഫിന് നേരെ നീട്ടി. അത് കഴിക്കാൻ കൊടുക്കാനായിട്ടാണ് അവർ കൈ നീട്ടിയത്. പക്ഷേ ഷറഫാകട്ടെ അത് വാങ്ങിക്കാൻ കഴിയാതെ വളരെ നിഷ്കളങ്കനായിട്ട് ആ അമ്മയെ നോക്കി നിൽക്കുകയാണ്. അതിന് കാരണം ഈ കുഞ്ഞു ഷറഫിൻ്റെ ഉമ്മച്ചി, അവരുടെ പേര് ഷെരീഫ, അവരും ചെറുപ്പക്കാരിയാണ്. അവർ തൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര കഷ്ടപ്പാടിലും എത്ര ബുദ്ധിമുട്ടിലും നല്ല കാര്യങ്ങൾ എല്ലാ അമ്മമാരും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഈ അമ്മയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇനി എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ആഗ്രഹം തോന്നിയാലും ഒരൊറ്റ ആളുടെ അടുത്ത് പോയി കൈ നീട്ടരുത്. അത് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കൈ നീട്ടാൻ പാടില്ല, ഒരാളുടെ ഒരു സാധനവും തട്ടിപ്പറിക്കാനോ മോഷ്ടിക്കാനോ പാടില്ല. അങ്ങനെ പഠിപ്പിച്ച് അത് ഷറഫിൻ്റെ മനസ്സിലിങ്ങനെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞു ഷറഫിന് ഈ അമ്മ കേക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അതിങ്ങനെ വാങ്ങിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അവൻ്റെ അമ്മ പറയുന്ന, അവൻ്റെ ഉമ്മച്ചി പറയുന്ന വാക്കുകൾ അവൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ അത് മേടിക്കാൻ കഴിയാതെ വളരെ ഇന്നസെൻ്റായിട്ട് ആ അമ്മയുടെ മുഖത്തിങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന അമ്മ, ഇവർ കേക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ കൈനീട്ടി നിൽക്കുകയാണല്ലോ. ഈ കുഞ്ഞത് മേടിക്കുന്നില്ല, പകരം വളരെ ദയനീയമായിട്ട് അവളെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് സംഗതി പിടികിട്ടി. കാരണം എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണല്ലോ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരാളുടെ അടുത്തും പോയി ഒന്നും ചോദിക്കരുത്, ആരെങ്കിലും തന്നാൽ മേടിച്ച് കഴിക്കരുത് എന്ന് എല്ലാ അമ്മമാരും പഠിപ്പിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഷറഫിൻ്റെ കൈ ഇങ്ങനെ നിർബന്ധപൂർവം പിടിച്ച് ഈ കേക്ക് അതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവൻ്റെ തലയിലൊന്ന് സ്നേഹത്തോടെ തലയോടിയിട്ട് അവർ തിരിച്ച് ആ സെലിബ്രേഷൻ നടക്കുന്ന ഭാഗത്തേക്ക് അവർ നടന്നങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ഷറഫാകട്ടെ അത്ഭുതപ്പെടുകയാണ്. ആ കേക്കും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അകത്ത് ഇവർ തിരിച്ചു പോയി. തിരിച്ച് ഈ അമ്മ ആ സെലിബ്രേഷൻ നടക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ ആ പിറന്നാൾ കുട്ടി അനുഷ, അവൾ അമ്മയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, തുരുതുരാന്നങ്ങ് ഉമ്മ വെച്ചു. എല്ലാ കുട്ടികളും ഇങ്ങനെയാണല്ലോ. നമ്മൾ എത്ര നേരം കുഞ്ഞുങ്ങളുടെ കൂടെ നിന്നാലും ഒരല്പസമയം നമ്മൾ മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞിന് അമ്മയെ കാണുമ്പോൾ അതിയായ സന്തോഷവും ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ കുഞ്ഞിങ്ങനെ തുരുതുരാന്ന് ഉമ്മ വെച്ചപ്പോൾ ആ കുഞ്ഞിന് അമ്മയുടെ മണം ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, ഓ എൻ്റെ അമ്മയ്ക്ക് എന്ത് നല്ല സ്മെല്ലാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു ഈ കുഞ്ഞിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. അപ്പോൾ അനുഷ മോളുടെ അമ്മ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു ഷോപ്പിങ്ങിനായിട്ട് കഴിഞ്ഞ ദിവസം അവളുടെ ഹസ്ബൻഡ് അവളെ പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഷോപ്പിംഗ് സെൻറ്ററിൽ പോയി കുറേ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ അവിടെ ഒരു ബ്രാൻഡഡ് പെർഫ്യൂം ഇരിക്കുന്നത് കണ്ടു. ഇവളുടെ ഹസ്ബൻഡ് ആ ബ്രാൻഡഡ് പെർഫ്യൂം ഇവൾക്ക് സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുത്തു. ആ പെർഫ്യൂം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത് കൊണ്ടാണ് കുഞ്ഞിന് ഇത്ര നല്ല മണമായിട്ട് തോന്നിയതെന്ന് ആ അമ്മ അവിടെ വെച്ച് ഉറക്കെ അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും സന്തോഷവും ചിരിയും ഒക്കെയായി. അവരെല്ലാവരും അഭിനന്ദിച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്തു. ഒരുപാട് പേര് വന്നാൽ ശരിയാണ്, നല്ല മണമാണല്ലോ, ഇത് ഏത് പെർഫ്യൂം ആണ്, ഇതിൻ്റെ പേരെന്താണ് എന്നൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ അപ്പോഴും ആ ഗേറ്റിന് പുറത്ത് നമ്മുടെ കുഞ്ഞു ഷറഫ് കയ്യിൽ കേക്കും പിടിച്ച് നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ അവൻ ഈ സീൻ മുഴുവൻ ഇവൻ കണ്ടു. ഈ കുഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും
നല്ല മണമാണ് എന്ന് പറയുന്നതും എല്ലാം നമ്മുടെ ഷറഫ് ആ ഗേറ്റിന് പുറത്ത് നിന്ന് കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഷറഫിന് അവൻ്റെ ഉമ്മച്ചിയെ ഓർമ്മ വരികയാണ്. അവനും ഇതുപോലെ ചെയ്യും. അവൻ്റെ ഉമ്മച്ചി രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൻ ഓടിച്ചെന്ന് മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എൻ്റെ ഉമ്മച്ചിയുടെ മണം എന്നിങ്ങനെ പറയും. അപ്പോൾ അവൻ്റെ ഉമ്മച്ചി ആകട്ടെ ഈ അമ്മയെ പോലെ ഒന്നും കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കാറില്ല. പകരം അവർ പറയും, വേണ്ട കുഞ്ഞ്, അരുതേ വേണ്ട എന്ന് പറയും. അപ്പോൾ ഈ കുഞ്ഞ് പറയും, പറ്റില്ല, എനിക്ക് എൻ്റെ ഉമ്മച്ചിയെ കെട്ടിപ്പിടിക്കണം, എനിക്ക് ഈ മണം ഇഷ്ടമാണെന്ന് പറയും. ഈ ഷെരീഫ എന്നെ കെട്ടിപ്പിടിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈവേ റോഡിനോട് ചേർന്ന് ഒരു തട്ടുകട, ബിസ്മില്ല ടീ സ്റ്റോൾ, ഒരു ചെറിയ തട്ടുകടയാണ്. ഈ തട്ടുകടയിലാണ് നമ്മുടെ കുഞ്ഞ് ഷറഫിൻ്റെ ഉമ്മച്ചി ഷെരീഫ ജോലി ചെയ്യുന്നത്. ഷെരീഫയ്ക്ക് 24 വയസ്സ് പ്രായമേ ഉള്ളൂ. നേരത്തെ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ഉപേക്ഷിച്ച് പോയി. ആ കുഞ്ഞിനെ ഇന്ന് ഇവിടെ പണിയെടുത്ത് ഇവിടുന്ന് തുച്ഛമായിട്ട് കിട്ടുന്ന ഒരു ശമ്പളം വെച്ചാണ് അവൾ ആ കുഞ്ഞിനെ വളർത്തുന്നത്. അപ്പോൾ ഇവളുടെ ജോലി എന്ന് പറയുന്നത് ഈ തട്ടുകടയിലെ അടുക്കളയിലാണ് ഇവളുടെ ജോലി. ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാം സഹായിക്കണം, പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം, അവിടെയൊക്കെ വൃത്തിയാക്കി ഇടണം. പിന്നെ അവൾ ഈ തട്ടുകടയാകുമ്പോൾ രാത്രിയൊക്കെ ആണല്ലോ അത് കൂടുതലും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി വൈകി അവൾ നിൽക്കില്ല. ഒരു രാത്രി 9:30 മണിയൊക്കെ ആകുമ്പോൾ അവൾ ജോലിയെല്ലാം ഒതുക്കിയിട്ട് അവൾ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെല്ലും. പക്ഷേ ഇറങ്ങുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഒരു 2-3 കിലോ സവാള ഉള്ളി ഉണ്ടല്ലോ, അത് നല്ല പോലെ തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ട് വേണം ഇവൾക്ക് പോകാൻ. അപ്പോൾ ഇവളിങ്ങനെ ധൃതി വെച്ച് ജോലി ചെയ്യും. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ, മക്കളെ വീട്ടിൽ വിട്ടിട്ടുണ്ടെങ്കിൽ എത്ര എളുപ്പം ഈ ജോലിയെല്ലാം തീർത്ത് തിരിച്ച് വീട്ടിൽ പോയി കുഞ്ഞിനെ കാണണം, കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കണം എന്നൊക്കെ എല്ലാ അമ്മമാരും വിചാരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഷെരീഫയെ അതുപോലെയാണ് ചെയ്യുന്നത്. ഇവർ എല്ലാ ദിവസത്തെയും കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് എല്ലാ ജോലിയും പടപെടാന്ന് അങ്ങ് തീർത്തു. അതിനുശേഷം ഈ സവാള എല്ലാം കൂടി അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു കൈകാലം കഴുകലൊന്നും അവിടെ നിൽക്കില്ല. അപ്പോഴേക്കും 9:30 മണിയൊക്കെ കഴിയും രാത്രി. അപ്പോൾ ഇവൾക്ക് തിരിച്ച് ഷറഫ് അവിടെ വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഓടിച്ചെല്ലണമെന്ന് വിചാരിച്ചപ്പോൾ എങ്ങനെയും ആ ജോലി തീർത്തിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര രൂക്ഷമായൊരു ഗന്ധമുണ്ട്. ഈ ഉള്ളിയുടെ മണവുമായിട്ടാണ് അവൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. എല്ലാ ദിവസവും ഇവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കടയുടെ ഉടമസ്ഥൻ സുലൈമാനിക്ക, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഇത്തിരി മനസ്സിൽ അനുകമ്പയൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്യും, ഒരിത്തിരി ഭക്ഷണം, ഒരു പൊറോട്ടയോ ഈ ഇറച്ചിയുടെ ചാറൊക്കെ ഒരു കവറിലാക്കി ഒരു പാക്കറ്റാക്കി അങ്ങ് കൊടുക്കും. ആക്ച്വലി ഇത് ഒരു കരാറിൽ അങ്ങനെയില്ല, പക്ഷേ അയാളുടെ ഒരു മനസ്സാക്ഷിയുടെ പുറത്താണ് അയാളത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭക്ഷണപ്പൊതിയുമായിട്ടാണ് ഇവൾ ആ കടയിൽ നിന്ന് തിരിച്ചു പോരുന്നത്. ആ കടയിൽ നിന്ന് അവൾക്ക് എന്ത് കൊടുത്താലും അതൊന്നും ഷെരീഫ സ്വന്തമായിട്ട് കഴിക്കില്ല. എന്ത് കൊടുത്താലും അതൊരു പൊതിഞ്ഞ് വെച്ച് ഷറഫിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കും. പൊതുവേ ഈ ആൺകുട്ടികൾക്ക് വിശപ്പ് കൂടുതലാണെന്ന് പറയും. പെൺകുട്ടികൾക്കും വിശപ്പൊക്കെ ഉണ്ട്. ആൺകുട്ടികൾക്ക് അവർ കൂടുതൽ കളിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അവർക്ക് കൂടുതൽ വിശപ്പാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും ഈ ഷറഫിനെ അവിടെ എടുത്ത് വയ്ക്കും. അത് ഷറഫ് ഇങ്ങനെ കാത്തിരിക്കുക കഴിക്കാനായിട്ട്. അങ്ങനെ ഈ ഭക്ഷണപ്പൊതിയുമായിട്ട് ഈ ഉള്ളി അരിഞ്ഞ മണവുമായിട്ടാണ് ഷെരീഫ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. കുറച്ച് ദൂരം അവൾക്ക് നടന്ന് വീട്ടിലേക്ക് എത്തണം, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഒത്തിരി രാത്രിയായിട്ടുണ്ടാവും, നിലാവുദിച്ചിട്ടുണ്ടാവും. ഒരു പാഴടഞ്ഞ വീടാണ് ഷെരീഫയുടേത്. അവൾ താമസിക്കുന്ന ഒരു ലൊക്കാലിറ്റി എന്ന് പറയുന്നത് അവളെപ്പോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന കുറേ പട്ടിണി പാവങ്ങളുടെ ഇടയ്ക്കാണ് നമ്മുടെ ഷെരീഫയും ഷറഫും താമസിക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ ഓടിക്കതച്ച് വരികയാണ് തൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട്. ഓടി വരുമ്പോൾ ആ പൊളിഞ്ഞ വീടിൻ്റെ ഉമ്മറത്ത് ഉമ്മച്ചയും കാത്ത് നമ്മുടെ കുഞ്ഞ് ഷറഫ് താടിക്ക് കൈയും കൊടുത്ത് ആ പടിയിലിരിപ്പുണ്ടാവും. അപ്പോൾ ഇവളിങ്ങനെ ഓടിക്കതച്ചാണ് വരുന്നത്. ഇവള് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടാണ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും സമയം കഴിയുമ്പോൾ ഈ ഓടിക്കതച്ചൊക്കെ വരുമ്പോൾ ഇവളുടെ വിയർപ്പുമായിട്ട് ചേർന്ന് ഇതിനൊരു ദുർഗന്ധമാവില്ലേ, ഒരു സ്മെല്ല് മാറുമല്ലോ. പൊതുവേ നമ്മൾ എന്ത് ജോലിക്ക് പോയാലും പുറത്ത് പോയിട്ട് വരുമ്പോൾ നമുക്കൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഷെരീഫയ്ക്ക് ആ സ്മെല്ല് കുറച്ചുകൂടെ കൂടുതലാണ്.
അതിന് കാരണം ആ ഉള്ളി അരിഞ്ഞതിൻ്റെ സ്മെല്ലും കൂടിയാണ്. അപ്പോൾ ഇവള് ആ സ്മെല്ലുമായിട്ട് ഓടി വരുമ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ രാവിലെ കണ്ടതാണ് ഉമ്മച്ചിയെ. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് വീണ്ടും തൻ്റെ ഉമ്മച്ചിയെ കാണുന്നത്. ആ കാണുന്ന സന്തോഷത്തിൽ ഷറഫ് ഓടിച്ചെന്ന് അവൻ്റെ ഉമ്മച്ചിയെ കെട്ടിപ്പിടിക്കും. ഉമ്മച്ചി എന്ന് വിളിച്ചങ്ങ് കെട്ടിപ്പിടിക്കും. അവനങ്ങ് സന്തോഷമാണ്. നമ്മൾ പറയില്ലേ, ഒരു ഏറ്റവും വലിയ സന്തോഷം ഒരു കുഞ്ഞിന് അവൻ്റെ അമ്മയെ കാണുമ്പോഴാണ്. അത് തന്നെയാണ് ഷറഫിനും ഷെരീഫെ കാണുമ്പോൾ തോന്നുന്നത്. അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഷെരീഫയ്ക്ക് സങ്കടം വരും. കാരണം അവൾക്കറിയാം അവൾക്കൊരു സ്മെല്ലുണ്ട്. അവൾ ഇത്രയും ജോലി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഉള്ളിയുടെ മണം ഇപ്പോൾ ദുർഗന്ധമായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഷെരീഫ കുഞ്ഞിൻ്റെ അടുത്ത് പറയും, അരുത്, എന്നെ കെട്ടിപ്പിടിക്കല്ലേ എന്ന് പറയും. പക്ഷേ ഷറഫ് വിടില്ല കേട്ടോ. അവൻ പറയും, പറ്റില്ല, എനിക്ക് എൻ്റെ ഉമ്മച്ചിയെ കെട്ടിപ്പിടിച്ചേ പറ്റുള്ളൂ. അവൻ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എൻ്റെ ഉമ്മച്ചിയുടെ മണം പറയും. ഷെരീഫയ്ക്ക് അങ്ങ് സങ്കടമൊക്കെ വരും കേട്ടോ. പക്ഷേ അവൾ പറയും, വേണ്ട മോനെ, എന്നെ അങ്ങ് നാറുകയാണ്, വേണ്ട എന്ന് ഷെരീഫ പറയുമ്പോഴും നമ്മുടെ കുഞ്ഞ് ഷറഫ് പറയും, എൻ്റെ ഉമ്മച്ചിയുടെ മണമാണിത്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്നീ കുഞ്ഞ് പറഞ്ഞ് ഒന്നും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഷെരീഫയുടെ മനസ്സങ്ങ് നിറയും. അവൾക്ക് ഒത്തിരി സങ്കടം വരും, പക്ഷെ അവൾ ചെറുതായിട്ട് സന്തോഷിക്കുകയും കൂടെ ചെയ്യും. കാരണം ഇന്ന് ഈ ഭൂമിയിൽ അവൾ എങ്ങനെ ഇരിക്കുന്നു, അവൾ ഇത്ര സ്മെല്ലൊക്കെ ആയിട്ടിരിക്കുന്നു, അവൾക്ക് പൈസയില്ല, വൃത്തിയില്ല, കാണാൻ ഭംഗിയൊന്നുമില്ല. എന്നിരുന്നാലും അവളുടെ കുഞ്ഞ് പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മച്ചിയാണെന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞ് അതിലൊരു വലിയ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അതാണ് ഈ കുഞ്ഞ് ഇവിടെ റിലേറ്റ് ചെയ്തത്. ഇങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷെരീഫ ഈ തട്ടുകടയിൽ വളരെ നിസ്സാരമായ ഒരു ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. ഇത് വെച്ചാണ് അവൾ ഈ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ട് ഷെരീഫ അനുഭവിക്കുന്നുമുണ്ട്. തനിക്ക് കിട്ടുന്ന എല്ലാ ഭക്ഷണവും ഒന്നൊഴിയാതെ തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞ് വെച്ച് രാത്രി വീട്ടിലെത്തുമ്പോൾ ഷറഫിന് കൊടുക്കും. ഈ ഷറഫാകട്ടെ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അവനിങ്ങനെ എന്താ പറയുക, ഏറ്റവും നല്ലത് ഇതാണ്, ഏറ്റവും നല്ലത് എന്ന രീതിയിൽ അത് ഭക്ഷിക്കാറുമുണ്ട്. തീരെ ചെറിയ കുട്ടിയായതുകൊണ്ട് ഷറഫിന് അറിയില്ല തൻ്റെ ഉമ്മച്ചി കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാനും മാത്രമുള്ള ഒരു വിവേകം ആ കുഞ്ഞിനില്ലാത്തത് കൊണ്ട് അവനതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുന്നതുമില്ല. കിട്ടുന്ന ഭക്ഷണം അവൻ സന്തോഷത്തോടെ വാങ്ങിച്ചങ്ങ് കഴിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് ഈ ആൺകുട്ടികൾ, ഓടി നടന്ന് കളിച്ച് ബഹളം ഉണ്ടാക്കിയ ശേഷം രാത്രി തിരിച്ചു വരുമ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഈ ഷെരീഫ കൊണ്ടു കൊടുക്കുന്ന ഈ ഭക്ഷണമാണ് ഇവന് അമൃതം പോലെ തോന്നുന്നത്. അവനതെല്ലാം വളരെ സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഷെരീഫയ്ക്ക് വിശക്കുമല്ലോ. ഷെരീഫയാണെങ്കിൽ ആ ചായക്കടയിൽ കിട്ടുന്ന ഒരു ചായയുടെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ കഴിക്കാറുള്ളൂ. ബാക്കി എല്ലാ സാധനവും തൻ്റെ കുഞ്ഞിനാണ് കൊടുക്കുന്നത്. അപ്പോൾ രാത്രി തിരിച്ചു വന്ന് എല്ലാ ഭക്ഷണവും കൊടുത്തു കഴിയുമ്പോൾ നാച്ചുറലി ഇത്രയും ജോലിയൊക്കെ ചെയ്തു വരുന്ന ഷെരീഫയ്ക്ക് ഉറപ്പായിട്ട് വിശക്കുമല്ലോ. അപ്പോൾ അവൾ എന്ത് ചെയ്യും, പുറത്ത് കിണറുണ്ട്, ആ കിണറിൽ നിന്ന് കുറച്ച് വെള്ളം കോരി കുടിച്ച് വയറ് നിറയ്ക്കും. ഈ ലോകത്തിലെ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിലും കഴിച്ചില്ലെങ്കിലും എന്ത് കിട്ടിയാലും മക്കൾക്ക് കൊടുക്കുന്നതാണ് ഈ അമ്മ കുഞ്ഞ് ബന്ധം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറേ നാൾ തുടർന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഷെരീഫയ്ക്ക് അസുഖങ്ങൾ ബാധിച്ചു തുടങ്ങി. അവളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പാടെ നശിച്ചു പോയി. ഭക്ഷണമില്ല, അപ്പോൾ ബോഡിക്ക് ആവശ്യമുള്ള ഫുഡില്ലെങ്കിൽ നാച്ചുറലി അത് റിയാക്ട് ചെയ്യുമല്ലോ. അങ്ങനെ നമ്മുടെ ഷെരീഫയ്ക്ക് തീരെ സുഖമില്ലാണ്ടായി. പക്ഷേ അവളത് പുറത്ത് കാണിക്കാതെ അപ്പോഴും ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന ഭക്ഷണം മുഴുവൻ ഷറഫിന് കൊടുത്ത് അവനെ കൊഞ്ചിച്ച് അവൻ ആഹാരം കഴിക്കുന്നത് കണ്ട് സന്തോഷിച്ച് ഇത്തിരി പച്ചവെള്ളം കുടിച്ച് വയറ് നിറച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവളുടെ അസുഖം വല്ലാതെ അങ്ങ് കൂടി. ജോലിക്ക് പോകാൻ പറ്റാണ്ടായി, വീട്ടിൽ തന്നെ ആയിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ഈ അസുഖം അങ്ങ് കൂടുതലായപ്പോൾ ഷറഫിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവനാണെങ്കിൽ ഉമ്മച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഉമ്മച്ചി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആരോഗ്യം
നമ്മുടെ ഷെരീഫയ്ക്ക് ഇല്ലതാനും. അങ്ങനെ അസുഖം കൂടുതലായി ഈ കുഞ്ഞു കിടന്ന് ഉറക്കെ നിലവിളിച്ചപ്പോൾ അടുത്തുള്ളവരൊക്കെ ഓടി വന്നു, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഷെരീഫ കുഴഞ്ഞു വീണ് മരിച്ചു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞിനെ ഈ ലോകത്ത് അനാഥനായി വിട്ടിട്ട് ഒരമ്മ മരിച്ചു പോയാലുള്ള അവസ്ഥ എന്താണെന്ന്. ഇനിയിപ്പോൾ 4 വയസ്സൊന്നുമല്ല, കൂടുതലാണ് എന്ന് തന്നെ വിചാരിച്ചോളൂ. എന്നാലും ഒരമ്മയില്ലാതെ ഒരു കുഞ്ഞ് വളരേണ്ടി വരുന്നത് ശരിക്കും ദുർഘടമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഷറഫ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, അത് ചെറിയ കുഞ്ഞല്ലേ. അവൻ്റെ വിചാരം എന്നും ഇതുപോലെ അവൻ്റെ ഉമ്മച്ചി ഭക്ഷണം കൊണ്ടുവരും, അവൻ കഴിക്കും, ഉമ്മച്ചിയെ കെട്ടിപ്പിടിച്ചുറങ്ങും, അടുത്ത ദിവസം രാവിലെ വീണ്ടും നേരം പുലരും, എല്ലാ കാര്യങ്ങളും അതുപോലെ നടക്കുമെന്ന. ഒരു ദിവസം ഉമ്മച്ചി മരിച്ചു പോകുന്നവൻ ഒരിക്കലും അറിയുന്നില്ലല്ലോ. മരിച്ചു പോയാൽ എന്താണ് എന്ന് പോലും ആ കുഞ്ഞിനറിയില്ല. ആ കുഞ്ഞിനെ ഉറക്കെ നിലവിളിക്കും, എൻ്റെ ഉമ്മച്ചി എഴുന്നേക്ക് ഉമ്മച്ചി എന്ന് പറഞ്ഞ് ഉറക്കെ നെഞ്ചതടിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. കാണുന്നവർക്കൊക്കെ അതൊരു ഹൃദയഭേദകമായ കാഴ്ചയായിട്ട് മാറുകയാണ്. ഒടുവിൽ ഈ ബോഡി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടുത്തുള്ളവരെല്ലാവരും കൂടി കബറടക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഈ ഷെരീഫയുടെ ശരീരം താങ്ങി അവരെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഈ ബോഡി കൊണ്ടുപോയപ്പോൾ നമ്മുടെ കുഞ്ഞു ഷറഫിനത് സഹിച്ചില്ല. അവൻ ഉറക്കെ നിലവിളിച്ചു, അയ്യോ എൻ്റെ ഉമ്മച്ചിയെ കൊണ്ടുപോകല്ലേ, എനിക്ക് എൻ്റെ ഉമ്മച്ചിയെ വേണേന്ന് പറഞ്ഞ് അവൻ ഉറക്കെ കരയുകയാണ്. പക്ഷേ ആരൊക്കെ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കബറെടുത്ത് അവരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഒരു കുഴിമാടത്തിൽ അവളെ അടക്കം ചെയ്തു. ആ കുഴിമാടത്തിൻ്റെ അവിടെ നമ്മുടെ കുഞ്ഞു ഷറഫ് അതിൽ അവളുടെ ദേഹത്ത് കിടക്കുന്ന പോലെ കമന്ന് കിടന്ന് ഉറക്കെ കരയുകയാണ്. ഉമ്മച്ചി പോവല്ലേ, ഉമ്മച്ചി എഴുന്നേറ്റ് വായോ, എൻ്റെ ഉമ്മച്ചി എഴുന്നേറ്റ് വായോ എന്ന് ഒന്നും അറിയാത്ത ആ ചെറിയ കുഞ്ഞ് ഉറക്കെ ഇങ്ങനെ വാവിട്ട് കരയുകയാണ്. ഒട്ടുമിക്ക ആൾക്കാരും കബറടക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് പിരിഞ്ഞങ്ങ് പോയി. ഒത്തിരി രാത്രിയൊക്കെ ആയി. അപ്പോൾ അതിൽ ഒരാൾ മാത്രം ഈ ഷറഫിനെ പിടിച്ചു കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അയാളും പോയി. അങ്ങനെ ആ പാഴടഞ്ഞ വീട്ടിൽ അന്ന് ഷറഫ് ആദ്യമായിട്ട് ഒറ്റയ്ക്കായി പോവുകയാണ്. ആ കുഞ്ഞിങ്ങനെ ഒത്തിരി സങ്കടപ്പെടുകയാണ്. അവൻ ആ നിലാവത്ത് നിന്ന് ഉറക്കെ കരയും, അയ്യോ എൻ്റെ ഉമ്മച്ചി ഓടി വായോ ഉമ്മച്ചി, ഇവിടെ ഷറഫ് ഒറ്റയ്ക്കാണേ, എപ്പോൾ വരും, ഉമ്മച്ചി വരുമോ, എന്തിനാ എൻ്റെ ഉമ്മച്ചി മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തതെന്നൊക്കെ ഈ കുഞ്ഞിങ്ങനെ പുലമ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ കിണറ്റിൻ്റെ കരയിൽ നിന്ന് കരയുകയാണ്. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ പടച്ച തമ്പുരാനല്ലാതെ വേറെ ആരും കേൾക്കാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ രാത്രി മുഴുവൻ ഷറഫ് ആ കിണറ്റിൻ്റെ കരയിൽ കരഞ്ഞ് അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്. അടുത്ത ദിവസം നേരം പുലർന്നു. അവിടെയൊക്കെ ആ ഷറഫിൻ്റെ വീട്ടിനടുത്തുള്ളവരൊക്കെ പട്ടിണി പാവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരൊക്കെ ഒത്തിരി നേരത്തെ ജോലിക്ക് പോകുന്നവരാണ്. അവരെല്ലാവരും ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് അവരവരുടെ ജോലിക്കായിട്ടങ്ങ് പോയി. നമ്മുടെ കുഞ്ഞു ഷറഫ് അപ്പോഴും കിണറ്റിൻ്റെ കരയിൽ ഉറങ്ങുകയായിരുന്നു. ഈ സൂര്യൻ്റെ ചൂടേറ്റപ്പോഴാണ് നമ്മുടെ ഷറഫ് കണ്ണു തുറന്നപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു. അവൻ എപ്പോഴും കരയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തലേ ദിവസം മുഴുവൻ വാവിട്ട് കരഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിന് ശബ്ദം വരുന്നില്ല. സങ്കടമുണ്ട്, വിഷമമുണ്ട്, അവനിങ്ങനെ വിതുമ്പുന്നുണ്ട്. പക്ഷേ ഒച്ചയോ കണ്ണുനീരോ ആ കുഞ്ഞിനില്ല. അവനിങ്ങനെ കുറേ നേരം അവിടെ ആ കിണറ്റിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഉമ്മച്ചി എന്ന് വിളിച്ച് കരയുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ കരച്ചിൽ ആരും കേൾക്കുന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അടുത്തുള്ള ആരും അവിടെ ഇല്ല. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി, മറ്റ് രക്ഷകർത്താക്കളൊക്കെ ഓരോ ജോലിക്കായിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ വിഷമിക്കുകയാണ്. തൊണ്ട ഉണങ്ങിപ്പോയി കുഞ്ഞിന്. നാച്ചുറലി വിശക്കും, ദാഹിക്കും. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വീട്ടിനകത്തേക്ക് കയറി വരികയാണ്. അടുക്കള ഭാഗത്ത് കയറി പാത്രങ്ങളൊക്കെ തുറന്നു നോക്കി. ഒരു വസ്തുവില്ല, കഴിക്കാനായിട്ട് ഒന്നുമേ ഇല്ല അവിടെ. കുഞ്ഞിങ്ങനെ വിഷമിച്ചു പോയി. ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ തൊണ്ട ഉണങ്ങിപ്പോയെന്ന്. അപ്പോൾ അവൻ്റെ ഉമ്മച്ചി പുറത്ത് വന്ന് കിണറ്റിൻ്റെ കരയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവൻ ഓടിച്ചെന്ന് കിണറ്റിൻ്റെ കരയിൽ നോക്കിയപ്പോൾ അപ്പോഴും ഒരു പാത്രം വെള്ളം അവൻ്റെ ഉമ്മച്ചി അവിടെ കോരി വെച്ചിട്ടുണ്ട്. ആ വെള്ളം എടുത്ത് ഈ കുഞ്ഞ് മുഖമൊക്കെ കഴുകി കുടിച്ചു. പക്ഷെ അവന് വിശക്കാണ്, ഒരു നല്ല ക്ഷീണം
ശരീരം ആകപ്പാടെ വേദനയൊക്കെ. അപ്പോൾ ഇവനിങ്ങനെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയി നോക്കി, തട്ടി നോക്കിയപ്പോൾ ആരുമില്ല. ഇവനിങ്ങനെ നടന്ന് അവസാനം ഇവനിങ്ങനെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇവനങ്ങ് കലശലായ വിഷമവും ശരീരവേദനയും വിശപ്പും ദാഹവും എല്ലാം ഉണ്ടാക്കും. അവനിങ്ങനെ റോഡിലൂടെ നടന്നു തുടങ്ങി. അപ്പോൾ സമയം ഇങ്ങനെ പോവാണ്, നട്ടുച്ചയൊക്കെയായി. അപ്പോൾ റോഡിലിങ്ങനെ ചീറിപ്പാഞ്ഞ് വണ്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. ഈ കുഞ്ഞു പാവം അനാഥനായിട്ട് അവിടെ റോഡിൻ്റെ സൈഡിലുള്ള എല്ലാവരോടും പോയി യാചിക്കുകയാണ്. ഒരിത്തിരി വെള്ളം തരുമോ, ഇത്തിരി ഭക്ഷണം തരുമോ, വിശക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞു ഷറഫ് റോഡിലൂടെ നടക്കുകയാണ്. ഒരിക്കലും നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണത്. നമ്മളിനി എത്ര വലിയ സ്ഥാനത്താണെങ്കിലും ഒരാൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ കൈ നീട്ടുമ്പോൾ, യാചിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ഏതൊരു മനുഷ്യനും സഹായിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ നഗരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും അവരവരുടേതായ ഓരോ സ്ട്രഗിൾസിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോണിലായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കാത്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലായിരിക്കും. ഇതുപോലത്തെ എന്താ പറയുക, കഷ്ടപ്പെടുന്ന ഹൃദയങ്ങളെ കാണാനോ അവരെ സഹായിക്കാനോ ഒട്ടുമിക്ക പേർക്കും സമയമില്ല, സന്ദർഭവുമില്ല, സാഹചര്യവുമില്ല. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ റോഡിലിങ്ങനെ തെണ്ടി നടക്കുകയാണ്. ഭക്ഷണം തരുമോ, എനിക്ക് വിശക്കുന്നു, വെള്ളം തരുമോ, ആഹാരം തരുമോ എന്ന് ചോദിച്ച് ഈ ചെറിയ കുട്ടി 4 വയസ്സ് പ്രായമുള്ള തലേ ദിവസം സ്വന്തം ഉമ്മച്ചിയെ നഷ്ടപ്പെട്ട കുഞ്ഞു ഷറഫ് റോഡിലൂടെ വളരെ വിഷമിച്ച് നടന്നു പോവാണ്. ഏകദേശം ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി. റോഡിൽ തിരക്ക് കൂടി, ആൾക്കാർ കൂടി. അവരിങ്ങനെ ഷറഫിനെ തട്ടി മാറ്റിയൊക്കെയാണ് നടന്നു നീങ്ങുന്നത്. പലരും മൊബൈൽ ഫോൺസിലൊക്കെ സംസാരിച്ചിങ്ങനെ പോവുകയാണ്. ഈ കുഞ്ഞിന് വലിയ സങ്കടമായി, വിഷമമായി, തീരെ വയ്യാതായി. ഈ കുഞ്ഞ് നടന്ന് രാത്രി ഇരുട്ടി തുടങ്ങി. ഒരു ഏകദേശം 7:30-8 മണി അടുപ്പിച്ചായി. ഈ കുഞ്ഞിങ്ങനെ നടന്ന് ഹൈവേ റോഡിലോട്ടെത്തി. ഹൈവേ റോഡിലാണ് നമ്മുടെ തട്ടുകട, ബിസ്മില്ല ടീ സ്റ്റോൾ. ഇവൻ്റെ ഉമ്മച്ചി ജോലി ചെയ്തിരുന്ന ആ തട്ടുകട. ഇതറിയാതെ ഈ കുഞ്ഞ് ആ തട്ടുകടയുടെ മുന്നിൽ വന്ന് നിന്ന് കൈനീട്ടി കരയുകയാണ്. കുറച്ച് ഭക്ഷണം തരുമോ, വിശക്കുന്നേന്ന് ആ കുഞ്ഞു മോൻ കൈനീട്ടി യാചിക്കുകയാണ്. അവിടെ ആ തട്ടുകടയിൽ ഒരുപാട് പേരിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 8 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തട്ടുകടയിൽ ആൾക്കാർ വന്ന് കഴിക്കുന്ന സമയമാണ്. ആരും ഈ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. എന്ത് കഷ്ടമാണ് നോക്കണേ. അങ്ങനെ ആ കടയുടെ മുന്നിൽ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് വളരെ ദയനീയമായിട്ട് കൈ നീട്ടി നോക്കി നിൽക്കുന്ന ഷറഫിനെ ഒരാൾ ശ്രദ്ധിച്ചു. ആ കടയുടെ ഉടമസ്ഥൻ സുലൈമാനിക്ക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സുലൈമാനിക്ക വളരെ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം ഈ ഷറഫിനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം പുള്ളിക്ക് മനസ്സിലായി തൻ്റെ കടയിൽ ജോലി ചെയ്തിരുന്ന ഷെരീഫയുടെ കുഞ്ഞാണതെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ, തലേ ദിവസമാണല്ലോ ഷെരീഫ മരിച്ചതും, ഖബർ അടക്കത്തിനൊക്കെ അവരെല്ലാവരും കൂടി പോയതാണല്ലോ. അപ്പോൾ ഇയാൾ ഓടി വന്ന് ഈ കുഞ്ഞിനെ അങ്ങ് പിടിച്ചു. ഇയാൾക്കൊരു വലിയ മനപ്രയാസമായി പോയി. അന്വേഷിച്ചില്ലല്ലോ, താൻ ആ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. അയാൾ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ ഒരു ബെഞ്ചിൽ പിടിച്ചിരുത്തി ഓടിച്ചെന്ന് കുറച്ച് ഭക്ഷണം എടുത്ത് ഒരു പ്ലേറ്റിലാക്കി അവന് മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, മക്കൾ കഴിക്കുക എന്ന് പറഞ്ഞു. ഷറഫിനങ്ങ് ഈ ഭക്ഷണം കണ്ടപ്പോൾ ഹൃദയം നിറഞ്ഞു പോയി. പാവം, എത്ര ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരു നേരം നമുക്ക് ഭക്ഷണമില്ലാതെ നമ്മൾ വിഷമിച്ച് ഒരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവർ നിറച്ച് നമുക്ക് ഭക്ഷണം തന്നാൽ ആ ഒരു ഫീല് പ്രത്യേകതയാണ്. ഈ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ പ്ലേറ്റ് ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഷെരീഫയ്ക്ക് അസുഖം വന്ന് കുറച്ച് ദിവസം ഇവർ ജോലിക്ക് വരാതിരുന്നു. അപ്പോൾ ഇവർ ജോലി ഉപേക്ഷിച്ച് പോയെന്ന് വിചാരിച്ച് നമ്മുടെ സുലൈമാനക്ക മറ്റൊരു സ്ത്രീയെ അവിടെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. അവർക്കും നമ്മുടെ ഷെരീഫ ചെയ്ത അതേ ജോലിയൊക്കെ തന്നെയാണ്. അടുക്കളയിൽ എല്ലാ പണികളും ചെയ്യണം, പാത്രമൊക്കെ കഴുകണം,
പോകാൻ നേരത്ത് 2-3 കിലോ സവാള അരിഞ്ഞു വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ പുതിയ ജോലിക്കാരി ഭയങ്കര മിടുക്കിയാണ്. ടപടപേന്നെല്ലാ ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞു. ഇപ്പോൾ അവർ അകത്തിരുന്ന് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സവാള ഇങ്ങനെ അരിഞ്ഞു കഴിയുമ്പോൾ ഒരു രൂക്ഷമായ ഗന്ധം വരും. നമ്മുടെ ഷറഫ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സവാള അരിഞ്ഞതിൻ്റെ മണം ഇവന് കിട്ടുകയാണ്. ഒരു സെക്കൻഡ് അവൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് തിളങ്ങി. അവൻ വിചാരിച്ചു അവൻ്റെ ഉമ്മച്ചി തിരിച്ചെത്തിക്കഴിഞ്ഞു, അകത്തിരിപ്പുണ്ട്. ആ മണം, അയാൾ ഓടി അടുക്കള ഭാഗത്തേക്ക്. ആ ഭക്ഷണമൊന്നും അവൻ നോക്കിയില്ല. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി അടുക്കള ഭാഗത്തേക്ക് അവൻ ഓടി. അവിടെ ഓടിച്ചെന്നപ്പോൾ ഒരു സ്ത്രീ തിരിഞ്ഞു നിന്ന് സവാള അരിയുകയാണ്. അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എൻ്റെ ഉമ്മച്ചി വന്നോ എന്ന് ചോദിച്ചു. ഈ സവാള അരിഞ്ഞുകൊണ്ടിരുന്ന ഈ സ്ത്രീ അന്തം വിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഏതോ ഒരു കുഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഷറഫ് ഇവർ തിരിഞ്ഞ് ഇവരുടെ മുഖം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഷറഫിനത് സഹിക്കാൻ പറ്റിയില്ല. അവൻ ഉറപ്പിച്ചു ഇത് അവൻ്റെ ഉമ്മച്ചിയാണെന്ന്. ആ മണം വെച്ചിട്ടാണ് അവൻ അത് പറഞ്ഞത്. പക്ഷേ മറ്റൊരു സ്ത്രീയെ കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് വീണ്ടും ഉറക്കെ കരഞ്ഞു. അയ്യോ, എൻ്റെ ഉമ്മച്ചി എവിടെ പോയി, എൻ്റെ ഉമ്മച്ചി എവിടെയെന്ന് ചോദിച്ചാൽ അവൻ ഉറക്കെ കരയാണ്. ഇത് കണ്ട് ആർക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ സുലൈമാനിക്ക വന്ന് ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി. സുലൈമാനിക്ക ചോദിച്ചു, എന്താ മക്കൾ എന്തിനാ കരയുന്നേ എന്ന് വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. ആ കുഞ്ഞ് വീണ്ടും ഉറക്കെ കരഞ്ഞ് കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ഒരു കരിങ്കൽ കുറ്റിയുണ്ട് അവിടെ, അതേ പോയി കെട്ടിപ്പിടിച്ചിട്ട് അവൻ ഉറക്കെ കരഞ്ഞു പറഞ്ഞു, അയ്യോ അതെൻ്റെ ഉമ്മച്ചിയുടെ മണമാണ്, അതെൻ്റെ ഉമ്മച്ചിയുടെ മണമാണ്. എൻ്റെ ഉമ്മച്ചി എവിടെ? എൻ്റെ ഉമ്മച്ചി എപ്പോൾ വരും? ഞാൻ എങ്ങനെ എൻ്റെ ഉമ്മച്ചിയെ കാണാതെ ജീവിക്കും എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞ് ആ കരിങ്കല്ലിൽ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയുകയാണ്. ആർക്കും ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ പോയി. ലോകത്ത് എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഈ കുരുന്നുകൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ജീവിതം ദുർഘടം തന്നെയാണ്. ഇവർ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, പല സൗഭാഗ്യങ്ങളുള്ളവർ, പലതും നഷ്ടപ്പെട്ടവർ. എന്നാൽ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട ഇതുപോലത്തെ കുരുന്നുകൾ, ഈ സങ്കടമൊക്കെ ഒരു കാലത്തും തീരാത്തതാണ്. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ കഥ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ എഴുതിയ എൻ്റെ ഉമ്മച്ചിയുടെ മണം എന്ന ഈ ചെറുകഥ നിങ്ങൾക്കിഷ്ടമായോ എന്ന് ഉറപ്പായിട്ട് എന്നെ അറിയിക്കണം. എൻ്റെ മുന്നോട്ടുള്ള ഈ യാത്രയിൽ അതെനിക്ക് ഒരുപാട് ശക്തി പകരും. അതുകൊണ്ട് തന്നെ വളരെ യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണം. അതെനിക്കൊരു വലിയ ശക്തിയാണ് പകരുന്നത്. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നതാണ്, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ പ്രേക്ഷകരാണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ കഥകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കണമോ വേണ്ടയോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളിലും കൂടെയായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.